പ്രിയപ്പെട്ടവരെ, വേദിയിലും സദസ്സിലും പരിചിതരും അപരിചിതരുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കുട്ടി പറഞ്ഞതുപോലെ, നഫീസത്തും ബേബി പറഞ്ഞതുപോലെ, ഞാൻ ഈ കുട്ടിയെ അറിയുന്നത് അങ്കണത്തിൻ്റെ പരിപാടിയിലൂടെയാണ്. ഞാൻ പുലിയൊന്നുമല്ല, ഒരു പാവം ജീവിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ക്യാബിൻ്റെ അവലോകനം എഴുതിയത് ഈ കുട്ടിയാണ്. അത് സമകാലിക മലയാളത്തിലാണ് വന്നത്. അത് കറക്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ അരികിലേക്കാണ് വരുന്നത്. അങ്കണത്തിന് അങ്ങനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആർ.എ. ഷംസുദ്ദീൻ അരങ്ങത്തും ഞാൻ അണിയറയിലുമായിട്ടാണ് അങ്കണം പോവാറ്. ഇപ്പോൾ അരങ്ങത്തും അണിയറയിലും ഒരാൾ മാത്രമായി എന്നുള്ളതാണ് ഒരു സവിശേഷത. പിന്നെ ഞാൻ മാനസി ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് അവരെ പരിചയം കഥകളിലൂടെയാണ്. ഇവരുടെ കഥകളല്ല, പി.എ. ദിവാകരൻ്റെ കഥകളാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഏറ്റവും അധികം ആരാധിച്ചിരുന്ന കഥാകൃത്താണ് പി.എ. ദിവാകരൻ. അന്ന് കുങ്കുമത്തിലും മലയാള നാട്ടിലും ദിവാകരൻ്റെ കഥകൾ വരാറുണ്ട്. ഇടയ്ക്ക് ഭയങ്കരമായിട്ട് തുടർച്ചയായിട്ട് എഴുതുകയും പിന്നീട് ഒരു മായ പോലെ അപ്രത്യക്ഷമാവുകയും ചെയ്ത കഥാകൃത്താണ് പി.എ. ദിവാകരൻ. പി.എ. ദിവാകരൻ്റെ നിഴലിൽ കൂടെയാണ് മാനസി വരുന്നത്. അങ്ങനെയാണ് എനിക്ക് മാനസിയെ പരിചയം. അപ്പം പി.എ. ദിവാകരൻ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ കഥയുടെ പ്രതിധ്വനിയായിരുന്നു. എം.ടിയുടെയും സി രാധാകൃഷ്ണൻ്റെയും ഉറൂബിൻ്റെയും ഒക്കെ തുടർച്ച പോലെയാണ്. പലപ്പോഴും സി രാധാകൃഷ്ണൻ പി.എ. ദിവാകരനും എഴുതുന്നത് ഒരേപോലെയാവുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഈ കുട്ടിയും അതുപോലെ തന്നെ എഴുതിയിരുന്നതാണ്. പിന്നെ എപ്പോഴോ നിശബ്ദയായിട്ട് പോവുകയും ചെയ്തു. എന്താ കാരണം എന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. ഈ കുട്ടിയെ എഴുതാറുണ്ടായിരുന്നു. ഞാൻ കുട്ടിയെന്ന് വിളിക്കുന്നതുകൊണ്ട് വിഷമിക്കേണ്ട, എനിക്ക് പ്രായമുണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കാണാതായത്. അപ്പോൾ ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ രഘുവിനോട് ചോദിച്ചു, ഇത് പി.എ. ദിവാകരൻ്റെ പെങ്ങൾ മാനസി തന്നെയല്ലേ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. പിന്നെ രാജലക്ഷ്മിയെക്കുറിച്ച്, ഞാൻ രാജി എന്ന് പറയുന്നു, നേരത്തെ തന്നെ ഒരു കുടുംബ സുഹൃത്താണ്. എഴുത്തല്ല, സ്നേഹമാണ് സൗഹൃദത്തിൻ്റെ. ഈ കുട്ടിയെ ഞാൻ കണ്ടത്, രാജകുമാരി ഞാൻ കണ്ടത് കഴിഞ്ഞ മാർച്ച് 8-ാം തീയതി വനിതാ ദിനത്തിലെ ഇതുപോലെ ഒന്ന് ആദരിക്കാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ സ്ത്രീകൾ ആദരിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തെയും ഞാൻ കണ്ടത്. അപ്പം അങ്ങനെ പരിചയമുള്ളവർ. പിന്നെ ഇവിടെ ഇരിക്കുന്ന സുമതിക്കുട്ടിയും ശ്രീദേവി അമ്മനും ഒരു രഘുവും, അങ്ങനെ ഒരുപാട് ആൾക്കാർ, മത്സരയും ഒക്കെ ഒരുപാട് ആൾക്കാർ എനിക്ക് പരിചയമുള്ളവരുണ്ട്. അപ്പം അവരോടാണ് ഞാൻ ഈ ആൾക്കൂട്ടത്തിൽ ചിലർ എന്ന ആൾക്കൂട്ടത്തിലെ ഒരു എന്താ പറയണ്ടേ, ഒരു വ്യക്തിയായിട്ട് സംസാരിക്കേണ്ടത്. അത് എത്രത്തോളം ശരിയാവുന്നു അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് പ്രസക്തി എന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അപർണ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നീ എന്തിനെന്നെ വിളിക്കുന്നു? കാരണം ആൾക്കൂട്ടത്തിൽ ചിലർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ചിലർ എന്നുള്ളതിന് കുറെ പ്രത്യേകതകൾ ഉണ്ടാവും. അത് ചിലരാണ്, ചിലരിൽ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരാളെ കേന്ദ്രീകരിച്ചു കൊണ്ട് പോകുന്നതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ഉണ്ടാവണം. അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു വലിയ വട്ടപൂജ്യത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വട്ടപൂജ്യമായിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പിന്നെ അതിന് എന്താണ് പ്രസക്തി എന്ന് ഞാൻ അവളോട് ചോദിച്ചു. എനിക്കവൾ മകളെ പോലെയാണ്, അപ്പോൾ അവളെ എനിക്കെന്തും വിളിക്കാം. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയല്ല, വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും ഉണ്ണീഷിനെ വിളിക്കാറുണ്ട്, ഇവരൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ മടി പിടിച്ചിട്ട്, മടി എന്ന് പറഞ്ഞാൽ എനിക്ക് മൂത്തോളിൽ നിന്ന് ഇങ്ങോട്ട് എത്തണമെങ്കിൽ ഇത്തിരി പ്രയാസമാണ്. അങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല. ഓട്ടോറിക്ഷയിൽ പോകാൻ അത്ര അങ്ങോട്ട് സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ യാത്ര കുറച്ച് ചെലവേറിയതായതുകൊണ്ടും ഞാൻ ഒരു പാവം പെൻഷനർ ആയതുകൊണ്ടും അധികം പൈസ ചെലവാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും
ഞാൻ ഇത്തരം യാത്രകൾ ചിലപ്പോഴൊക്കെ ഒഴിവാക്കാറാണ് പതിവ്. ഇതിപ്പോൾ നിവർത്തിയില്ല എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ എത്തി. ഇനി എന്നെക്കുറിച്ച് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ശ്രീവ്യാസ NSS കോളേജിലെ മലയാളം ടീച്ചറായിരുന്നു. 32 വർഷത്തോളം അവിടെ ആയിരുന്നു. അതാണ് എൻ്റെ ഔദ്യോഗിക താവളം. എൻ്റെ ജീവിതത്തിൻ്റെ 3/4 പങ്കും ഞാൻ അവിടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് അറിയപ്പെടുന്നത് എനിക്ക് സന്തോഷമാണ്. ഞാൻ അങ്ങനെയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു 24 വയസ്സിൽ ഞാൻ ജോലിക്ക് കയറിയതാണ്. 56-ാമത്തെ വയസ്സ്, 55 കഴിഞ്ഞ് പിന്നെ കുറച്ച് നാളും കൂടി ഗവൺമെൻറ് സൗജന്യം തരുന്ന 56-ാമത്തെ വയസ്സിൽ ഞാൻ റിട്ടയർ ആവുകയും ചെയ്തു. അപ്പം ഈ കാലഘട്ടത്തിനുള്ളിൽ എടുത്തു പറയത്തക്ക എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇപ്പോൾ വയസ്സ് എനിക്ക് 70ആണ്. ഈ 70 വയസ്സുകൊണ്ട് ഞാൻ എന്ത് നേടി, എന്താ നേടിയെന്ന് എനിക്കറിയില്ല. നാലപ്പാട്ട് നാരായണമേനോൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ലോകത്തിന്റെ ഏതോ ദിശയിലിരുന്നു കൊണ്ട് കഥയെന്ത് കാണും. അങ്ങനെ കഥ എന്താണെന്ന് അറിയാതെ ഒരു കഥാപാത്രമായി തുടരുന്ന ഒരാളാണ് ഈ ഞാനൊരു കഥാപാത്രമാണ്. ആ കഥാപാത്രമായിട്ട് തുടരുകയാണ്. അപ്പൊ ആ കഥാപാത്രത്തിന്റെ ഏതൊക്കെ ദിശയിലേക്കാണ് യാത്ര എന്ന് പറഞ്ഞൂടെ. അപ്പൊ ആ വത്സല ഇവിടെ ഇരിക്കുന്നുണ്ട്. വത്സലയെ ഞാൻ കാണുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MPhil പഠിക്കുമ്പോഴാണ്. വത്സല എന്ന് അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോലിയുണ്ട്. ഞാൻ അവിടെ പഠിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ വത്സലയെ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെയും കാണുമ്പോഴും ഒരു ഐഡന്റിഫിക്കേഷൻ വരുന്നു. അപ്പൊ അവിടെയൊക്കെ ഓരോരോ കൊച്ചു കാര്യങ്ങൾ സംഭവിക്കുന്നു. ആ കൊച്ചു കാര്യങ്ങൾ വലുതായിട്ട് വരുന്നതാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ കോളേജ് ലൈഫിലെ കോളേജ് ജീവിതത്തിലെ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. കുറേ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ കുട്ടികൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ സ്നേഹം എന്ന് പറയുന്നതായ ഏറ്റവും മഹത്തായ ഒരു എന്താ പറയേണ്ട ഒരു വരദാനം, ആ വരദാനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കൂട്ടത്തിൽ ചിലർ? അത് ഞാൻ നിഷേധിക്കില്ല. പിന്നെ വീണ്ടും നാലപ്പാട്ടിനെ തന്നെ ഞാൻ കോട്ട് ചെയ്യാണ്. ഈ വിശ്വൈക ശില്പി മൂശയിലിട്ട് ദാസപ്രവൃത്തി ചെയ്ത് എന്തോ ഒന്നാക്കി തീർക്കാൻ ശ്രമിച്ചിട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു രസവാദന പ്രക്രിയ. അങ്ങനെ ഒരു രസവാദന പ്രക്രിയ എൻ്റെ ജീവിതത്തിലും സംഭവിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ തന്നെ സ്വാഗതം പറഞ്ഞേക്കാം. ഇതാണ് നമ്മൾ ഇത്ര നേരം കാത്തിരുന്നിരുന്ന സാമൂഹ്യ പ്രവർത്തക, പിന്നെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുന്നത് ഏറ്റവും പ്രതിരോധ ശക്തിയുള്ള പ്രഗത്ഭവതിയായിട്ടുള്ള ഒരു വായനയ്ക്കും പ്രവർത്തിക്കും ഉടമയായിട്ടുള്ള നമ്മുടെ ടീച്ചർ. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ് കേട്ടോ. കുസുമൻ ജോസഫും ഞാനും കുറേ കാലം മലയാളം ക്യാമ്പിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇവിടെ എനിക്കറിയാവുന്ന ആളുകളേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ എന്നെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട, കാരണം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാലപ്പാട്ട് നാരായണമേനോൻ പറഞ്ഞ ആ ഒരു മൂശയുണ്ടല്ലോ, ആ മൂശയിൽ ഇട്ടിട്ട് എന്തൊക്കെയോ ആക്കി തീർക്കാനായിട്ട് ഒരാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനും പറയുന്നു, ഇനിയും തന്നോളൂ, എൻ്റെ മണ്ട ഉടഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ, എൻ്റെ മണ്ട ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇനിയും അടി തന്നോളൂ, ഞാനത് താങ്ങിക്കോളാം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എനിക്കിതിങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഞാനും ദൈവവും തമ്മിലുള്ളത്. ദൈവത്തിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് റിട്ടയർ ചെയ്തപ്പോൾ മുതൽ ദൈവം ഓരോ സമ്മാനങ്ങൾ എനിക്ക് തന്നു തുടങ്ങി. ആ സമ്മാനങ്ങളാണ് ഇന്ന് എൻ്റെ നടപ്പിനെയും ജീവിതത്തെയും ഒക്കെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ എന്താണ് ഏതാണ് എന്നൊന്നും പറയുന്നില്ല.
എന്നെ വിഷമിപ്പിച്ചതായിട്ടുള്ള, ഞാൻ ഇപ്പൊ യാൾക്കൂട്ടത്തിൽ ചിലർന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥം ഒരുതരം അതിജീവനത്തിന്റെ പ്രസക്തിയാണ്. ആ അതിജീവനം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ. ഒരുപാട് ഉപദ്രവങ്ങൾ. മനുഷ്യൻ എന്തിനാണ് ഈ മനുഷ്യനെ ഇങ്ങനെ നിന്ദിക്കുന്നത്? മനുഷ്യനെ എന്തിനാണ് പരിഹസിക്കുന്നത്? മനുഷ്യനെ എന്തിനാണ് അവഗണിക്കുന്നത്? ഈ ചോദ്യത്തിനൊന്നും ഉത്തരവില്ല. പക്ഷെ എനിക്കറിയാം. അനുഭവിക്കുക. ഏറ്റവും ചെറിയൊരു ഉദാഹരണം തപ്പം ഞാൻ പറയാം. 2 മാസം മുമ്പ് ഞാൻ പെൻഷൻ വാങ്ങിക്കാനായിട്ട് തൃശ്ശൂർ ചെമ്പൂർക്കാവ് സബ് ട്രഷറിയിലേക്ക് ചെല്ലുന്നു. അപ്പൊ എൻ്റെ മുഖം നോക്കിയാൽ ഇത്തിരി പത്രാസൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആയിരിക്കാം. അതുകൊണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന് എന്നെ കണ്ടാൽ ഇഷ്ടപ്പെടുന്നതില്ല. അങ്ങനെ ഞാൻ ചെല്ലുന്നു. അവിടെ ചെന്ന് സാധാരണ പോലെ ചെക്ക് ലീഫ് കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒപ്പിട്ട് ശരി, ഞാൻ ആകപ്പാട് അന്താളിച്ചു പോയി. ഈ 10-32 വർഷം ജോലി ചെയ്തിട്ട് റിട്ടയറായിട്ട് 10-12 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ഒപ്പിന് എവിടെയാണ് തകരാറെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് കുട്ടിയത്? കാരണം ചെറുപ്പക്കാരനാണ്. അപ്പം അയാളെടുത്ത് വഴിക്ക് എസ് ശരിയല്ല. അപ്പം എനിക്ക് ചിരിയോ, ഞാൻ ചിരിക്കാനെങ്കിലും ചെയ്യും. എൻ്റെ എസ് ശരിയല്ല എന്നാണ്. ഞാൻ പറഞ്ഞു, അതിനെന്താ? ഈ എസ് മെലിഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് പേന ആക്കുന്ന സമയത്ത് എസ് ചിലപ്പോൾ എസ് ഞാനിങ്ങനെ എഴുതുമ്പോൾ അത് ചിലപ്പോൾ ഒന്ന് ഒതുങ്ങിപ്പോയിട്ടുണ്ടാവാം എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത വഴിക്ക് അയാൾ പറയാം, പറ്റില്ല, നിങ്ങൾ തമ്പ് ഇംപ്രഷൻ വെക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പ്രായം? എനിക്ക് 70 വയസ്സായി. തമ്പ് ഇംപ്രഷൻ വെക്കണം. തമ്പ് ഇംപ്രഷൻ വെക്കണം ചോദിച്ചു. തമ്പ് ഇംപ്രഷൻ വെക്കണം, നിങ്ങളുടെ പെൻഷൻ ഞാൻ തടഞ്ഞിരിക്കുന്നു. ശരി, ഞാൻ ചെക്ക് ലീഫ് തിരിച്ചു തരും. അതെഴുതിയില്ല. ചെക്ക് ലീഫ് തിരിച്ചു തരൂല്ല, ഞാൻ തമ്പ് ഇംപ്രഷൻ വെക്കണം എന്ന് പറയുകയും ചെയ്യുക, പെൻഷൻ തരില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതങ്ങനെയായ എങ്ങനെയാണ്? നിങ്ങൾ സൂപ്രണ്ടിനെ കാണുള്ളൂ. അപ്പം അവിടെ വേറെ ഒരു ദൈവം ഇരിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് പോയി. അപ്പം അവരാരോടൊക്കെയോ വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് എന്നെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞില്ല, നേരത്തെ എന്നെ കണ്ടാൽ പിടിക്കണ്ടാവില്ലായിരിക്കും. അപ്പം അതുകൊണ്ട് അവർ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആണ് എന്നോട് പെൻഷൻ തരികയെന്ന് പറഞ്ഞു. അപ്പം അയാളോട് തിരിഞ്ഞിരിക്കുന്നില്ലേ, ഇങ്ങനെ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇത് ഒപ്പ് തെറ്റാൻ വേണമെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ഇവര് നോക്കിയിട്ട് അവർക്കറിയത് ഒപ്പ് തെറ്റല്ലാന്ന്. അവരത് നോക്കിയിട്ട് ആകപ്പാടെ ഇങ്ങനെ ഇതാക്കിയിട്ട് എന്താ പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എൻ്റെ കൈ ചിലപ്പോൾ അനങ്ങിയിട്ട് അങ്ങനെ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പേന അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. ഞാൻ നിങ്ങളുടെ ഇത് ഡീറ്റെയിൽസ് കൊണ്ടെടുക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അത് എടുത്ത് നോക്കിയിട്ട് ഉടനെ അവരൊരു പ്രശ്നം, ഇത് നിങ്ങളല്ല. അപ്പോൾ ഞാനല്ലാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്താ വേണം? നിങ്ങൾക്ക് മുടിയുണ്ട് ഇപ്പോൾ, ഇതിൽ മുടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ആ മുടി പോകിയതാൽ പോലും. അല്ലല്ല, ഇത് നിങ്ങളുടെ മുഖയേ അല്ല. അപ്പം ഞാൻ എങ്ങനെയൊക്കെ നിന്നാലും എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഞാൻ സംസാരിക്കുകയും ചെയ്യും. അപ്പം ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, മാഡം, അത് ഞാൻ കീമോ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴത്തെ ഫോട്ടോ ആണ്. റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അതുകൊണ്ട് എൻ്റെ കീമോ നടത്തിയപ്പോൾ എൻ്റെ മുട്ടക്കലിയായിരുന്നു. ആ സമയത്തുള്ള ഫോട്ടോ ആണ്. ഇപ്പം എൻ്റെ മുടി വളർന്നു. ഇപ്പം ഞാനിനി അതുപോലെ ആവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കളയണം. അപ്പോൾ എടുത്ത വഴിക്ക് ആ ആകപ്പാടൊന്ന് ചമ്മിട്ടോ. എന്നിട്ട് പറഞ്ഞു, അല്ല നിങ്ങൾ പെൻഷൻ വാങ്ങിച്ചോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഇത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ മനുഷ്യൻ അതുപോലെ പറയും, ഞാൻ മാഡത്തിൻ്റെ അടുത്തേക്ക് വരണം, ഈ സംഭാഷണമൊക്കെ ആവർത്തിക്കില്ല, എനിക്ക് ചെയ്യണം, നിങ്ങൾ KYC തരും, ഇപ്പോഴത്തെ ഫോട്ടോ തരുമെന്നോ. ശരി എന്ന് പറഞ്ഞ് ഞാൻ KYC ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, മാഡം ഇത് ഈ ഒപ്പും ആ ഒപ്പും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതൊന്നുമില്ല, പിന്നെ എന്തിനെ എന്നെ കൊണ്ട് നോക്കിച്ചാൽ. അല്ല, അത് നമ്മൾ അങ്ങനെയല്ല. സാധാരണ നിലയ്ക്ക് ഒരു മനുഷ്യൻ കാണിക്കുന്ന, ഒരു സഹജീവിയോട് കാണിക്കേണ്ടുന്ന ഒരു സഹതാപമോ സ്നേഹമോ ഉണ്ട്. ഇതെന്താ അങ്ങനെ? അത്രയും ഞാൻ ചോദിച്ചിട്ട് ഞാൻ പോയി. പിന്നെ ഞാൻ അവിടേക്ക് പോയിട്ടില്ല. ഞാൻ വേഗം അത് ബാങ്കിലേക്ക് കണക്റ്റഡ് ആക്കി ഞാൻ ട്രഷറിയെ ഒഴിവാക്കി. അപ്പം ഇതേ സമയത്ത് അശ്വിനി ഹോസ്പിറ്റലിലെ ക്യാൻസർ ബാധിതരായിട്ടുള്ള ആൾക്കാരെ ബോധവൽക്കരിക്കുകയാണ്. DMO ഒക്കെ ഉണ്ട്. അവിടെ ഞാൻ സംസാരിക്കണം എന്നവിടെ എൻ്റെ സ്റ്റുഡൻ്റ് അവിടെ ഉള്ളതുകൊണ്ട് അവർ നിർബന്ധം
ടീച്ചർ വരണം. ശരി. ഞാൻ സംസാരിക്കുമ്പോൾ സൂപ്രണ്ടിനോട് ചോദിച്ചു, സൂപ്രണ്ട് മാഡം ഇവിടെ ബോധവൽക്കരണം രോഗിക്കാണോ വേണ്ടത്, രോഗിയോട് ഇടപെടുന്ന ആളുകൾക്കാണോ വേണ്ടത്? രോഗിയോട് ഇടപെടുന്ന ആളുകൾക്കാണ് ബോധവൽക്കരണം നമ്മുടെ നാട്ടിൽ നടത്തേണ്ടത്. പ്രത്യേകിച്ച് ബാങ്ക്, പെൻഷൻ, സാമൂഹിക നീതി വകുപ്പ് തുടങ്ങിയവ അവിടെയൊന്നും ആരും ചെയ്യില്ല. ബോധവൽക്കരണം എന്നും പറഞ്ഞ് ഈ ക്യാൻസറിന് ഒരുപാട് ഫണ്ട് കിട്ടുന്ന ഏർപ്പാടാണ്. ഇതിൻ്റെ ഒരുപാട് പല സംഘടനകളും ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ആളുകളെ വരുത്തിയിട്ട് അവരോടാ പറയുന്നത് നിങ്ങൾക്ക് ക്യാൻസർ ഒരു അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അതല്ല ആവശ്യം. മനുഷ്യരോട് മനുഷ്യൻ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കണം. അങ്ങനെ മനുഷ്യരോട് മനുഷ്യൻ പെരുമാറേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാലേ ഇതിനൊക്കെ ഇറങ്ങി വരുത്തും. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറഞ്ഞത്, ഇത് അതിജീവനമൊന്നും അല്ല കേട്ടോ. ഇത് സാധാരണ എനിക്ക് തോന്നുന്നത് എന്നെ പോലെ അനവധി ആളുകൾ ഇത് അനുഭവിക്കേണ്ടതാണ്. ഇവരൊക്കെ എന്താണ് പെരുമാറാൻ പഠിക്കുക? ഞാനിപ്പോൾ ഒരു രോഗി എന്ന നിലയ്ക്ക് ഞാനിത് പറഞ്ഞു. ഒരു രോഗി അല്ലെങ്കിൽ പോലും ഒരു വയസ്സായ ആളെന്ന നിലയ്ക്ക് ഇവരെങ്ങനെ പെരുമാറും? ഇതാണോ മര്യാദ? അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു മനുഷ്യനുണ്ടാകുന്ന ആ മനസ്സിന്റെ ഖേദമോ സങ്കടമോ അല്ലെങ്കിൽ ആ മനസ്സിനുണ്ടാകുന്നതായിട്ടുള്ള ആ മനസ്സിൻ്റെ ഒരു രോദനം ഉണ്ടല്ലോ, അത് ആരെങ്കിലും കേൾക്കാറുണ്ട്? നിങ്ങളൊക്കെ എഴുതുന്നവരാണ് അല്ലേ? നിങ്ങൾ ആരെങ്കിലും കേൾക്കാറുണ്ടോ ഒരു മനുഷ്യന്റെ നിലവിളി? മനുഷ്യൻ നിലവിളിക്കുന്ന അയ്യോ അമ്മേ എന്നും പറഞ്ഞ് ഓർക്കെ നന്ദി തളിച്ച് കരയുന്നതല്ല. മനുഷ്യന്റെ മനസ്സിന്റെ വേദന തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? അത് കഴിയണം. അത് ആ കഴിയുന്നിടത്താണ് എഴുത്ത് വിജയിക്കുന്നത്, ആ കഴിയുന്നിടത്താണ് ജീവിതം വിജയിക്കുന്നത്, അത് കഴിയുന്നിടത്താണ് മനുഷ്യനായിട്ട് വിജയിക്കുന്നത്. അതാവാനായിട്ട് എന്ത് ചെയ്യണം? മനുഷ്യനെ മനസ്സിലാക്കണം. ഇത് ഒരു ചെറിയൊരു അനുഭവം ഇനിയുണ്ട്. എൻ്റെ അധ്യാപക വൃത്തിയിലെ ഒരു ജീവിതം. അത് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ കുസുമരിക്കുന്നതോടെ എനിക്കത് പറയത്തില്ല, എന്നാലും ഞാൻ പറയാം. എൻ്റെ ഒരു ദിവസം ഞാൻ ലൈബ്രറിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കരയുന്നു. അപ്പോൾ ക്ലാസ്സുള്ള സമയമെന്ന് അറിയാം. അപ്പോൾ ക്ലാസ് കട്ട് ചെയ്യുന്നത് ഞാൻ എന്തുകൊണ്ടാണെങ്കിലും ഞാനങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇതോടെ ഓടിക്കുന്നത് ഒന്നുമല്ല താൻ കരയണം. അല്ല ഒന്നുമില്ല, കാര്യം പറയണോ ടീച്ചർ ഞാൻ കറുത്തതായതുകൊണ്ടേ എൻ്റെ കല്യാണമൊന്നും കഴിയില്ല എന്ന് അമ്മ പറഞ്ഞു. ഈ കുട്ടി ഞാനാകെ പാടം വിഷമിച്ചു പോയി. താൻ കറുത്തതാണെന്ന് ആരും പറഞ്ഞു. ഞാൻ കറുത്തതല്ലേ? ആയിക്കോട്ടെ കറുത്തോട്ടെ, പക്ഷെ കറുത്ത ഒന്നും തൻ്റെ കല്യാണം കഴിയില്ല എന്ന് ആര് പറഞ്ഞു? ഞാൻ എൻ്റെ കല്യാണം എടുത്ത് എനിക്ക് എത്രത്തോളം പറയണ്ടത്? ഞാൻ എടുത്തതാണ് അല്ലല്ലോ. പിന്നെ താൻ എന്താ അങ്ങനെ? അപ്പോഴാണ് ഈ കുട്ടി പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളെല്ലാവരും അമ്മമാരാണ്, അച്ഛന്മാരാണ്, എല്ലാവരും ഉണ്ട്. പക്ഷേ പഴയ കാലത്തുള്ള മാതൃപിതൃബന്ധത്തിൻ്റെ ചെതലരിച്ചതായ ഒരു ചിത്രമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ കുട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ കുട്ടിയുടെ കല്യാണം കഴിയാത്ത കാരണം അച്ഛനാണെങ്കിൽ, അമ്മ സുഖമില്ല, അച്ഛനാണെങ്കിൽ ഇപ്പോഴും യൗവനം ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് അമ്മ ഈ കുട്ടിയോട് വന്നിട്ട് കല്യാണം കഴിയില്ല, അതുകൊണ്ട് നീ അച്ഛനോടൊപ്പം ജീവിക്കണം എന്ന് ഈ കുട്ടിയോട് പറഞ്ഞു. എൻ്റെ സ്റ്റുഡൻ്റാണ് ആ കുട്ടി, നല്ല പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് വീട്ടിൽ പോകാൻ വിഷമമുണ്ടോ? ഉണ്ട്, എന്നാൽ നീ വീട്ടിൽ പോകണ്ട. ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി ആ കുട്ടി വേറെ ആരും പറഞ്ഞില്ല, ഞങ്ങൾ ആ കുട്ടി വേറൊരു വീട്ടിൽ താമസിപ്പിച്ചു. കുട്ടികളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് താമസിപ്പിച്ചു. അവൾ ഇന്ന് ഒരു ടീച്ചറാണ്, 2 കുട്ടികളുടെ അമ്മയാണ്. അത് എൻ്റെ മിടുക്കോ അല്ലെങ്കിൽ എന്നോടൊപ്പം സഹകരിച്ച അധ്യാപകരുടെ മിടുക്കോ അല്ല. ഞാൻ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ പത്രത്തിൽ പലതിങ്ങനെ കാണുമ്പോൾ അറിയാതെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് തോന്നുമ്പോൾ അതിൻ്റെ കാരണം എന്താ? ഒരു പുരുഷനല്ല, അതിൻ്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടെന്നുള്ളതാണ് വ്യക്തമായ സത്യം. അങ്ങനെ കുറേ കാര്യങ്ങൾ അത് ഇത്തരത്തിലുള്ള ഈ പറയുന്നതൊക്കെ ചിലർ പറയും അതിശയോക്തിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അല്ല, അതിശയോക്തിയൊന്നുമല്ല. ഈ പകല് പോലെ ഞാനും നിങ്ങളും മുഖാമുഖം കാണുന്നത് പോലെ ഇത്തരം അനവധി കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു അധ്യാപക വൃത്തിയിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അത് തന്നെ ഞാൻ ജീവിതത്തിൻ്റെ പുരോഗതിയായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ എവിടെയെങ്കിലും ഒരു തിരുത്തിന്
ഒരു പഴുത് കിട്ടിയാൽ ആ തിരുത്തിനെ ഉപയോഗിക്കാനായിട്ടുള്ള മനസാന്നിധ്യം അതെന്തുകൊണ്ടോ എന്നിലുണ്ട് എന്നോ അല്ലെങ്കിൽ എന്നിലുണ്ടെന്നല്ല, ഞാനത് സ്വായത്തമാക്കി എന്ന് പറയാം. അതാണ് എൻ്റെ ഇതായിട്ട് ഞാൻ കാണുമ്പോൾ. വേറൊന്ന്, ഞാനൊരു അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ ഞാനൊരു ഏതെങ്കിലും ഒരു ചടങ്ങിലോ പോകുന്ന സമയത്ത് ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒറ്റയ്ക്ക അപ്പം ഞാൻ അവർ ആദ്യത്തെ പ്രാവശ്യം ഈ ഒറ്റയ്ക്ക എന്ന് കേട്ടതോട് ഞാനിങ്ങനെ നോക്കി, ഞാൻ ഒറ്റയ്ക്കാണ്. അതെ, അയ്യോ ആര് കൂടിയില്ലേ? അടുത്ത ചോദ്യം. അത് 2 പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ എനിക്ക് രോഗം മനസ്സിലായി. ഇപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയാലും ഒറ്റയ്ക്ക. അതെ, ആരാ കൂടെയുള്ളത്? കൂടെ ഇപ്പോൾ അത് എവിടെ ഇരിക്കുന്ന ആളെ ഉള്ളൂ. ഏത് അമ്പലത്തിലാണ് പോയെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുക, അവിടെ ഇരിക്കുന്ന ആൾ കൂടെ ഉണ്ട്. പിന്നെ അല്ല ടീച്ചറും ഒറ്റയ്ക്ക് വീട്ടില. അതെ, ഒറ്റയ്ക്ക് വീട്ടിലാണ്. അപ്പോൾ അവിടെ ആരുണ്ട്? അത് തനിക്കറിയില്ല, അവിടെ ഒരാളുണ്ട്, ഞാൻ ചുമലിൽ ചീലിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് പറയാറുണ്ട്, ഇപ്പോഴും ചെയ്തു തരാറുണ്ട്. ആര്? ആളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഒറ്റയ്ക്കാണെന്ന് 100 200% ഉറപ്പുള്ള ആളായി ചോദിക്കുന്നു, ഒറ്റയ്ക്ക. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആ ചോദ്യത്തിന് പിറകിലുള്ളതായ മനോഭാവം എന്താണ്? അത് ഈ സമൂഹത്തിൻ്റെ മനോഭാവമാണ്. അല്ലാതെ മനുഷ്യന് ആത്യന്തികമായിട്ട് ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ദുഃഖങ്ങളൊക്കെ ആരേൽപ്പിക്കുന്നതാണ്? സമൂഹം. സമൂഹത്തിലെല്ലാവരും ഇല്ല, സമൂഹത്തിൽ ചിലരൊക്കെ കൂടി ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ആ ചിലരാൽ എയ്യപ്പെടുന്നതായ അമ്പുകളെ ബാലിയുടെ കഥ പറഞ്ഞ പോലെ അതിങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് എറിയാനുള്ള ചമ്പൂറ്റം അത്രയും ജീവിതത്തിൽ ജയിക്കാൻ വേണ്ടുമെന്നാണ് എൻ്റെ ധാരണ. ആ ധാരണ ഉള്ളത് കൊണ്ട് ഞാൻ ജയിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രം എനിക്കറിയാം. ഞാൻ ജീവിക്കുന്നു, എൻ്റേതായ സന്തോഷങ്ങൾ ധാരാളമുണ്ട്. ആ സന്തോഷങ്ങളെ മനസ്സിലടക്കി പിടിച്ചുകൊണ്ട് ജീവിക്കുന്നു. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനൊരു എഴുത്തുകാരിയൊന്നുമല്ല. അബദ്ധവശാൽ 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്നുണ്ട്. അതിനെക്കുറിച്ച് അത് വായിച്ചിട്ടുള്ളത് ആരാ? സുമതിക്കുട്ടിയും മറ്റേ ശ്രീദേവിയും വായിച്ചിട്ടുണ്ട്. അപർണ നീ വായിച്ചിട്ടില്ലല്ലോ? ഇല്ല, അത് വായിച്ചിട്ടില്ല. എന്നാ ഫീസദ്രീയും വായിച്ചിട്ട് വേറെ ആരെങ്കിലും വായിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അങ്ങനെ ഞാൻ എഴുതിയത് കഥയൊന്നും അല്ലാത്തതാണ്. ഞാൻ സാധാരണ എഴുതുന്നത് ലേഖനങ്ങളാണ്. അപ്പം ആ ലേഖനങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഈ സാഹിത്യത്തിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന സാഹിത്യത്തിലൊക്കെ അങ്ങനെ ഒരു ഉദയം മറ്റുള്ളവർക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ എഴുതുന്നു, ഞാൻ വായിക്കുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, പറയുന്നു, ജീവിക്കുന്നു. ഇതാണ് മൊത്തം എൻ്റെ ജീവിതം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് സന്ദേശം തരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഒന്ന് മാത്രം പറയാം, മനുഷ്യനെ മനുഷ്യനാവാനായിട്ട് പ്രേരിപ്പിക്കുകയും സ്നേഹിക്കുകയും അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യും. ഒരു മനുഷ്യനെ സ്നേഹിച്ചാൽ എന്താ? ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ സ്നേഹിക്കില്ല. നമ്മളിപ്പോഴും നിറത്തിൻ്റെ പേരിലും ജീവിത സാഹചര്യങ്ങളുടെ പേരിലും മതത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ വർഗീയമായ രാഷ്ട്രീയമായ അഭിനിവേശങ്ങളുടെ പേരിലോ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കും. അത് വളരെ ഇതാണ്. നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഇന്നലെ ഫേസ്ബുക്കിലൊരു ആളെ പേര് പറയുന്നില്ല, ഒരാളെ എഴുതിയിരുന്നു. ഒരു അവാർഡ് കിട്ടിയ കൃതിയെ കുറിച്ചാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. കാര്യം ശരിയായിരിക്കും, നമ്മളിപ്പോൾ മറ്റുള്ളവരെ വിമർശിക്കണം എന്നില്ല. ആ കൃതിക്ക് ആര് അവാർഡ് കൊടുത്തു എന്നാണ് ചോദ്യം, ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ, ഇതൊക്കെയാണോ സാഹിത്യം എന്ന് ചോദ്യം. മൂന്നാമത്തത്, ഇതൊക്കെ വായിക്കുന്ന എന്ന് പറഞ്ഞ് വേറൊരു വാക്കുണ്ട്, പറയുന്നില്ല. അപ്പം ഈ മൂന്നും ശരിയാണ് കേട്ടോ. അവർ ചോദിച്ചത് അവരുടെ ആത്മരോഷം കൊണ്ട് ചോദിച്ചതാണ്. അവർ ചോദിച്ച വേറൊരു ചോദ്യം, ഭർത്താവിനെ കുറ്റം പറയുന്നതാണോ ഈ സമൂഹത്തിലെ പ്രശസ്തി കിട്ടാനുള്ള ഏക മാർഗം?
കുടുംബജീവിതത്തെ താറടിച്ച് കാണിക്കുന്നതാണോ ഈ സമൂഹത്തിലെ മാന്യമായ സ്ഥാനം കിട്ടാനുള്ള വേദി? അങ്ങനെ ഒരു 4-5 ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവരത് അവസാനിപ്പിക്കുന്നത്. അത് തെറ്റല്ല എന്ന് അതിൻ്റെ ഈടെ കമൻറ്റ് ചെയ്ത് പലരും ചെയ്തിട്ടുണ്ട്. തെറ്റല്ല, ശരിയുമല്ല. പക്ഷേ അവനവൻ്റെ മനസ്സിലുള്ളത് പറയാ എന്നുള്ളതാണല്ലോ സാഹിത്യധർമ്മം. ഈയിടെ എന്നോടൊരു വീട്ടിൽ വന്ന ഒരു സ്ത്രീ, പാവമാണ് കേട്ടോ അവർ വന്ന് അകത്തൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട്, ഇതൊക്കെ നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളാണ്? അതെ. നിങ്ങൾ എന്തിനാ വായിക്കണേ? വായിക്കാണ്ടിങ്ങനെ പറ്റി, ഞാനൊരു ടീച്ചറല്ലേ, അപ്പം എനിക്ക് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പുസ്തകങ്ങളൊക്കെ വേണ്ട. അന്നത്തെ പുസ്തകങ്ങൾ പിന്നൊക്കെ വായിച്ചൊന്നുമില്ല. അയ്യോ, ഞാനങ്ങനെയൊന്നുമല്ല, എനിക്ക് തോന്നിയതൊക്കെ ഞാൻ എഴുതി. അയ്യോ, എനിക്കങ്ങനെ തോന്നിയത് എഴുതാൻ പറ്റില്ല. തോന്നിയത് എഴുതി ചിലപ്പോൾ ആൾക്കാരെ എന്നെ തന്നു. അതുകൊണ്ട് തോന്നിയത് എഴുതാൻ പറ്റില്ല. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, അവരുടെ പുസ്തകത്തിൽ ഒരു അവതാരിക എഴുതാൻ പറയാൻ വന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് തോന്നിയത് എഴുതാമെന്നാണ് എനിക്ക് പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നിയത് എഴുതിയാൽ മതിയോ? അയ്യോ, അത് പറ്റില്ല. അപ്പം ഞാൻ പിന്നെ എന്തിനാ നിങ്ങൾ നേരത്തെ പറഞ്ഞ് തോന്നിയത് എഴുതിയാൽ മതിയെന്ന്? അപ്പം ഇതാണ് ഈ സമൂഹത്തിൻ്റെ ന്യായം. നമുക്കൊരു ന്യായം, അവർക്കൊരു ന്യായം, മറ്റവർക്ക് വേറൊരു ന്യായം. ആ ന്യായത്തിനെയൊക്കെ ഇല്ലാതാക്കിയിട്ട് അതിനിടയിൽ കൂടെ ജീവിച്ചു പോരാന്നുണ്ടല്ലോ. ആ ജീവിച്ചു പോരാൻ ചെറിയൊരു പാടവരമ്പത്തും കൂടെ ഒരു ആന നടക്കുമ്പോൾ ഉണ്ടാവും. ചെറിയ വരമ്പാണ്. അതിലൂടെ നമ്മുടെ ഗുരുവായൂർ നന്ദൻ, അവരാണ് ഏറ്റവും വലിയ ഇപ്പം, അവ നടന്നാൽ എങ്ങനെ ഉണ്ടാവും? പറ്റുമോ? പറ്റണം. അതാണ് ജീവിതം, അതാണ് മനുഷ്യൻ്റെ ജീവിതം. ഇന്ന് നമുക്ക് അങ്ങനെയേ നടത്താൻ പറ്റൂ. നടക്കണം, നടന്നേ തീരും. അതിന് ശീലിക്കാം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ബുക്കറായിട്ടൊരു കരച്ചിൽ കഴിഞ്ഞ് പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യും, എന്നെ അവരങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷിക്കാൻ വേണ്ടി രക്ഷിച്ചോളൂ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് പ്രൊട്ടക്ട് നടത്തുക, ആളുകളെ ഇങ്ങനെ എന്താ പറയണ്ടേ, പേടിപ്പിക്കുക. അതല്ല, ആ പേടിപ്പിക്കലല്ല. സ്വയം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ട് സ്വന്തം ജീവിതം വലിച്ച്, ഈ ജീവിതം എന്ന് പറയുന്നത് വല്ലപ്പോഴും എനിക്ക് കിട്ടുമോ? എപ്പോഴും കിട്ടുമോ? ഇല്ല. എപ്പോഴും ഒരുപോലെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ജീവിതം കിട്ടുന്ന സമയത്ത് അത് വലിച്ചെറിയാതിരിക്കും. അപ്പൊ അതെൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ചെയ്തേ ഉള്ളൂ. എനിക്കത് തീരെ ഉൾക്കൊള്ളാനായിട്ടില്ല ഇപ്പോഴും. അപ്പൊ ആ ഇത് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുമ്പോൾ മനുഷ്യന് കിട്ടുന്ന ജീവിതത്തെ എന്തു തന്നെ ഉണ്ടായിക്കോട്ടെ, അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാവാം. 1+1 2, 2+1 3 എന്നുള്ള ആ നിയമം തെറ്റില്ല എങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ വരിയും, ജീവിതത്തിൻ്റെ ഓരോ ചുവടും ഒരിക്കലും തെറ്റില്ല. ആ തെറ്റിനെ, അതിനെ നേർവഴിക്ക് ഇനി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരിക്കലും വളഞ്ഞ മാർഗത്തിലൂടെ, കണക്കിൽ ഏത് വളഞ്ഞ മാർഗത്തിലൂടെയാണ്, ഏത് സർക്കിളാണെങ്കിലും ഉത്തരം ശരിക്കും നേർരേഖയിലാണ് വരുന്നത്, അല്ലേ? ഞാൻ കണക്ക് എന്തല്ല, പക്ഷെ എന്നാലും എൻ്റെ ആകപ്പാടിൽ അത് വെച്ചിട്ട് ഞാൻ പറയാണ്, എപ്പോഴും ഉത്തരം എപ്പോഴും നേർരേഖയിലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ജീവിതം എന്ന് പറയുന്നതും നേർരേഖയാണ്. അതിനങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വളച്ചൊടിക്കാനോ നമ്മൾ വളഞ്ഞു പോകാനോ നോക്കണ്ട. തീവണ്ടി വെണ്ടുള്ള വഴി കൂടെ അങ്ങനെ പോയാൽ അത് കുറച്ച് കഴിഞ്ഞ് പിന്നെ നേരെ പോകണം കാണാം. അതുപോലെ മനുഷ്യൻ്റെ ഈ യാത്രാവണ്ടി നേരെ പോവാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞില്ല, നിങ്ങൾ എന്തൊക്കെ കേട്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പലർക്കും ഉറക്കം വരുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലാവില്ല. അത് മാത്രമേ എനിക്ക് മനസ്സിലായി, മറ്റൊന്നും എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നിർത്തുക. എന്താണ് ഉള്ളിലേക്ക് എടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് മാത്രം പറയാം, ജീവിതം എന്ന് പറയുന്നത് സ്നേഹിക്കാനുള്ളതാണ്, സ്നേഹമാണ്, ശക്തിയാണ്. ആ ശക്തിയെ ഒരിക്കലും കൈവിടാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത പാഠം, എൻ്റെ അനുഭവ പാഠം. ആ അനുഭവ പാഠം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നു. നന്ദി, നമസ്കാരം.